ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഗീ ലഡു അല്ലെങ്കിൽ സോഫ്റ്റ് ലഡു വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്ന സമയവും പോയിൻറ്റ്സൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലഡു വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ലഡു അല്ലെങ്കിൽ ഗീ ലഡു റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. സാധാരണ നോർമൽ നമ്മുടെ RKG അല്ലെങ്കിൽ മിൽമയുടെയൊക്കെ നെയ്യില്ല, ആ നെയ്യ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബട്ടറൊന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം നെയ്യാകുമ്പോൾ നമുക്ക് ഈ ഒരു ലഡുക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ 1/4 കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഞാനിപ്പോൾ 1/4 കപ്പ് അളവ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ 2 കപ്പ് കടലപ്പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ഒരു അളവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നെയ്യ് ഇപ്പോൾ അത്യാവശ്യം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് 2 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അളവ് പറഞ്ഞതുപോലെ നെയ്യുടെ അളവ് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ലഡു നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ 2 കപ്പ് കടലപ്പൊടിക്ക് ഒരു 1/4 കപ്പ് നെയ്യ്, അത് നല്ല പെർഫെക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. അപ്പോൾ കടലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അളവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ കാര്യം ഈ ഒരു ലഡു റെഡിയാക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ഈ ഒരു ലഡു റെഡിയാക്കി എടുക്കുക. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ലഡു റെഡിയാക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണമെന്ന് പറയുന്നത്, ലോ ഫ്ലെയിമിലിടാതെ ഹൈയിലോ മീഡിയത്തിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലഡു റോസ്റ്റ് ശരിക്കും മുഴുവനായിട്ട് എല്ലാ ഭാഗവും റോസ്റ്റ് ആവാതെ പെട്ടെന്നൊരു ബ്രൗൺ കളറൊക്കെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ പെട്ടെന്നായിട്ടൊരു നല്ലൊരു ഫ്ലേവർ കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചെറുതായിട്ട് ഈ ഒരു മാവിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും, എങ്കിലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റുള്ള ലഡു കിട്ടുള്ളൂ. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയാണ്, ഒന്ന് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് 20 മിനിറ്റോളം ഒന്ന് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. എങ്കിൽ നമുക്ക് ഈ ഒരു ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് ആവുന്ന ആ ഒരു സമയം ആകുമ്പോൾ നമുക്കിതിൽ നിന്ന് നമ്മൾ ചേർത്തിട്ടുള്ള നെയ്യ് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് വിട്ട് കിട്ടും. എങ്കിലേ നമുക്ക് ആ ഒരു മാവ് റെഡിയായി എന്ന് നമുക്ക് മനസ്സിലാവും, അങ്ങനെ വിട്ട് കിട്ടുന്ന സമയം. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 20-22 മിനിറ്റോളം ആയിട്ടാണ്, കണ്ടിട്ടില്ല നെയ്യൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് കിട്ടാൻ ചെറുതായിട്ടൊന്ന് ലിക്വിഡ് ഫോം ആയിട്ട് വരുന്ന കണ്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് സമയം കൂടി, ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നെയ്യൊക്കെ മെൽട്ടായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ നെയ്യൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ആ ഒരു രീതി വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നെയ്യൊക്കെ അത്യാവശ്യം സെപ്പറേറ്റായി വരുന്ന സമയത്ത് കൈ എടുക്കാതെ തന്നെ ഇളക്കണേ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് അത്യാവശ്യം നെയ്യൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്, ചെറുതായിട്ട് ലിക്വിഡ് ഫോം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മാവ് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ലഡുവിനുള്ള പാകത്തിനുള്ള ബാറ്ററായിട്ട് ഇത് മാറും. അപ്പോൾ ഒന്ന് 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ആണെങ്കിലും പൊടി അല്ലാതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പഞ്ചസാര പൊടിക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. അതുപോലെ തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കാൻ വേണം, എങ്കിലേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ ലഡുവിന്. അപ്പോൾ പഞ്ചസാര പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് കുറച്ചൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെയ്യൊന്നും ചേർക്കാതെ പാൻ ഒന്ന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എങ്കിൽ ഈ ഒരു ലഡുക്ക് നല്ല പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. ഈ ഒരു അണ്ടിപ്പരിപ്പ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം, എങ്കിലേ നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിസ്തയോ ബദാമോ ഇതുപോലെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഈ ഒരു സമയത്ത് തന്നെ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് അത്യാവശ്യം ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നമ്മുടെ കടലപ്പൊടിയുടെ മാവ് ഏതാണ്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഉള്ളത്. നമുക്കിനി ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ടൈറ്റൊക്കെ ആയി വന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസാണ് ഉള്ളത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ഏലക്കായപ്പൊടി മിക്സില്ല, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കടലപ്പൊടിയും പഞ്ചസാരയൊക്കെ മിക്സൊക്കെ നന്നായിട്ട് ഈ ഒരു പഞ്ചസാരയുടെ മധുരം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ച് കുഴച്ച് കൊടുക്കാം. കൈവച്ച് തന്നെ കുഴച്ച് കൊടുക്കണം, എങ്കിലേ നമുക്ക് ഈ മധുരം എല്ലാ ഭാഗത്തും എത്തുള്ളൂ കടലപ്പൊടിയുടെ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ മിക്സ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിത് ഓരോ ലഡുവിൻ്റെ ഷേപ്പായിട്ട് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ചിലവർക്ക് ചെറിയ ലഡു ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് വലുതായിരിക്കും ഇഷ്ടം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാൻ വേണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ കുറച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം ആവശ്യം അതിനനുസരിച്ച് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം എല്ലാ മാവും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഞാൻ ബദാമും വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിസ്ത എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ദീപാവലിക്കൊക്കെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മെഷറിങ്ങും ടൈമിങ്ങും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എല്ലാവർക്കും ലഡു തയ്യാറാക്കാൻ അറിയാത്തവർക്കും കൂടി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ മുഴുവൻ ലഡു ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ ഒരു ഗീ ലഡു അല്ലെങ്കിൽ സോഫ്റ്റ് ലഡു എന്ന് പറയുന്നത് കഴിക്കാനായിട്ട് പ്രത്യേക ഫ്ലേവറും കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇടുന്നത് കൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഇനി ഇതെന്താ ലീസിന് വേണ ലഡു? ഇത് ആരാക്കി ഇന്നു വേണോ? ലീസിന് വേണോ? സൂപ്പർ. ഇഷ്ടായി.